ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ അനാമിക നവ്യ പോലെ തന്നെ ഒരു കള്ള ഗർഭനാടകം നടത്തുവാണ് കേട്ടോ. രേവതി അനാമികയോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ അവിടെ നിന്നോടത്തോളം മോൾക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. വേണുവേട്ടാ, ആ നയനിയ അവിടെയുള്ള ആണുങ്ങളൊക്കെ തലയിൽ എടുത്ത് വെക്കുന്നത്. അപ്പൊ വേണു പറയുന്നുണ്ട്, അത് ശരിയാ, മോളുടെ സ്ഥാനം എങ്ങനെയെങ്കിലും അവിടെ ഉറപ്പിക്കണം. അച്ഛനും അമ്മയ്ക്കും പറയേണ്ടതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ഇനി എന്താ അവിടെ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അവർക്കാർക്കും എന്നെ പിടിക്കുന്നില്ല, പ്രത്യേകിച്ച് ആ കിളവനും കിളവിക്കും. അപ്പൊ വേണു പറയുന്നുണ്ട്, എന്തായാലും മോളുടെ സ്ഥാനം ഉറപ്പിക്കല് ഞങ്ങൾക്കും കൂടി അത്യാവശ്യ. എന്താ രേവതി അതിനൊരു വഴി? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളു വേണുവേട്ടാ. എത്രയും പെട്ടെന്ന് നമ്മുടെ മോൾ ഒരു അമ്മയാകണം. നീ എന്താ രേവതി പറയുന്നത്? അതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? പ്രത്യേകിച്ച് ആ ചെറുക്കന് നമ്മുടെ മോളോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് അതേ ഒരു മാർഗം കാണുന്നുള്ളൂ. അപ്പൊ അനാമയ്യ പറയുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്കും അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ. നീ എന്താ അനുഭവിച്ചെന്നാ മോളെ ഈ പറയുന്നത്? അമ്മേ, അതൊരു വലിയ വീടാണെന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നരകമാണ്. അവിടെ നിൽക്കുമ്പോൾ എന്റെ വിഷമങ്ങളൊക്കെ തുറന്നു പറയാനാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സ്വന്തം വീട്ടിലെത്തിയിട്ടും അച്ഛനും അമ്മയും ഒന്നും അറിയാത്ത പോലെയാ സംസാരിക്കുന്നത്. മോളെ, ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നീ ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ മറ്റൊന്നും വേണ്ട. അമ്മേ, അതിനാ എനിക്ക് എന്നോട് ഇതിൽ താല്പര്യം ഉണ്ടായിട്ട് വേണ്ടേ? അപ്പൊ വേണു പറയുന്നുണ്ട്, അത് മാത്രമല്ല, മോള് ഗർഭിണിയാകുന്നത് വരെ ഒരുപാട് സമയം പിടിക്കില്ലേ? അതുവരെ ആ നയനിയും പൊക്കി പറയുന്നതും കേട്ട് മോൾ ആ വീട്ടിൽ തന്നെ നിൽക്കണ്ടേ രേവതി? എന്റെ വേണുവേട്ടാ, ഞാൻ പറയുന്നതൊന്നും ആദ്യം നിങ്ങൾ രണ്ടുപേരും കേൾക്ക്. അവിടെ ആ നയനയുടെ മൂത്തൊരുത്തിയുണ്ടല്ലോ, അവള് കള്ളഗർഭം നടിച്ചിട്ടല്ലായിരുന്നോ 7 മാസത്തോളം ആ വീട്ടിൽ നിന്നത്? പിന്നെ നമ്മുടെ മോൾക്കെന്താ അങ്ങനെ ഒരു നാടകം കളിച്ച? എന്റെ രേവതി, ഇപ്പൊ അങ്ങനെ വലിയ കേടുപാടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. തൽക്കാലം നീ ആവശ്യമില്ലാത്ത ഉപായൊന്നും പറഞ്ഞു തരല്ലേ. വേണുവേട്ടാ, നിങ്ങളുടെ മോളെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മോള് ഗർഭിണിയാണെന്ന് അനന്തപുരിയിലുള്ളവരെ ധരിപ്പിക്കണം. അതിനുവേണ്ടി മോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അല്ല, അപ്പൊ കുറച്ചു കഴിയുമ്പോ ഇതൊക്കെ പിടിക്കില്ലേ രേവതി? എന്റെ വേണുവേട്ടാ, അപ്പോഴേക്കും മോൾ ശരിക്കും ഗർഭിണി ആയാ പോരെ? ഇതും പറഞ്ഞ് പിന്നെ രേവതി പറയുന്നൊന്നും അവിടെ കാണിക്കുന്നില്ല കേട്ടോ. രേവതി എന്തായാലും രണ്ടുപേരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് ധരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം അനാമിക അനന്തപുരിയിൽ കാണിക്കുന്നുണ്ട്. ജാനകിയാണെങ്കിൽ അജയനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയം മുതലെടുത്ത് അനാമിക വൊമിറ്റ് ചെയ്യാണ് കേട്ടോ. വൊമിറ്റ് ചെയ്യുന്നത് കണ്ട് ജാനകി പറയുന്നുണ്ട്, അയ്യോ മോൾക്കിത് എന്തു പറ്റി? ഇതും പറഞ്ഞ് ജാനകി അനാമികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. മോളെ, എന്താ പറ്റിയത്? ഒന്നുമില്ലമ്മേ, എന്തോ കഴിച്ചതൊന്നും പറ്റിയില്ലെന്നാ തോന്നുന്നത്. അതിന് ഇവിടെ വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. എന്തോ എന്റെ വയറ് ചീത്തയായെന്നാ തോന്നുന്നത്. നല്ല തലവേദന ഉണ്ടമ്മേ. എങ്കിൽ ശരി, മോള് പോയി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്ക്. ഇതും പറഞ്ഞ് ജാനകി അവളെ മുറിയിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അജയന്റെ അടുത്തേട്ട് വരുന്നുണ്ട്. അപ്പൊ അജയൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിന്റെ മരുമകൾക്ക്? എന്റെ മരുമകളെന്നോ? അപ്പൊ അത് നിങ്ങളുടെ മരുമകളല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അതും പറയും, അതിനങ്ങേപ്പുറം പറയും. അവക്ക് എന്താ ജാനകി? മോൾക്ക് എന്തോ കഴിച്ചത് പറ്റിയിട്ടില്ല, എന്തോ വൊമിറ്റ് ചെയ്തു. എങ്കിൽ പിന്നെ അനിമോനെ വിളിച്ചു പറ. മോൾക്ക് വൈകിൽ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറ. മോളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ പറഞ്ഞിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പറയാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പ്ലാൻ ചെയ്ത പോലെ തന്നെ രേവതിയും വേണും അനന്തപുരിയിലോട്ട് വരുന്നതാണ്. വരുമ്പോ തന്നെ അവിടെ ജാനകിയും ജലജയും അനാമികയും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും കണ്ട പാടത്തിന് അനാമിക പോയിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മേ, അച്ഛ. അപ്പൊ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഓ പിന്നെ ഇവർ ഇന്നലെ അങ്ങ് പോയതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എന്തിനാ കയറി വരുന്നേ? അപ്പൊ വേണു പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, വീട്ടിൽ വന്ന രേവതിക്ക് എപ്പോഴും മോളെ ചിന്തയേ ഉള്ളൂ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഒന്നും കരുതരുത്, നിങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് ഒറ്റ മോള, അതുകൊണ്ട് തന്നെ ഒരുപാട് ലാലിച്ചാ വളർത്തിയത്. അതുകൊണ്ട് മോളില്ലാത്ത കുറവ് വീട്ടിൽ നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ മോളെ കാണാതെ എനിക്ക് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാ ജാനകി. അതിനെന്താ, മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ അങ്ങനെ തന്നെയാ. അപ്പൊ വേണു ഇടയ്ക്കിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഒന്നും പറയണ്ട, വീട്ടിലിരിക്കുമ്പോ ഇവള് വെറുതെ മോൾ ആലോചിച്ച് കരയും. അപ്പൊ പിന്നെ തോന്നും അവിടെ ഒറ്റയ്ക്കിരുത്തിനേക്കാളും ഭേദം ഇവിടെ കൊണ്ട് വിടുന്നതാന്ന്. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ അനാമിക മോളുടെ അമ്മ കരയുന്നത്? അപ്പൊ വേണു പറയുന്നുണ്ട്, അത് പിന്നെ ഒന്നും തോന്നരുത് ജാനകി, ഇവിടെ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ നടന്ന കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റുന്നതല്ല. ദേവിയാനിക്ക് വിഷം കൊടുത്ത അന്ന് മുതലേ ഇവക്ക് മോളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തുന്നതിൽ പേടിയാ. അയ്യോ, അതിന് ഞങ്ങളൊക്കെ മോളെ നോക്കുന്നുണ്ടല്ലോ. എന്നാലും ജാനകി, ഒരാളുടെ കണ്ണ് തെറ്റിയാ പോരെ, എന്തൊക്കെ സംഭവിക്കും ഇവിടെ? ജാനകിയും വീട്ടുകാരെയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, എന്നാലും നമുക്കൊറ്റ മോളല്ലേ, അതുകൊണ്ടൊരു ഉൾഭയം. രേവതി എന്തായാലും കുറച്ചു ദിവസം ഇവിടെ കാണും. അപ്പൊ ജലജ പറയുന്നുണ്ട്, അല്ല ഇന്നലെ അങ്ങ് പോയതല്ലേ ഉള്ളൂ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞേ? എന്റെ മോൾ ഇവിടെ നല്ല അന്തസ്സായിട്ടാ കയറി വന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മരുമകളുടെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ ഏത് സമയം വേണമെങ്കിലും വരാം, എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. അപ്പൊ വേണു പറയുന്നുണ്ട്, അയ്യോ ജാനകി, ഇവർക്ക് രേവതി ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നില്ല. അയ്യോ ജലജ അതുദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല, മോളുടെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. രേവതി, എന്നാ പിന്നെ നീ ഇവിടെ നിന്നോ,
ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ബിസിനസ് കാര്യങ്ങളായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുക. അതിനിടയ്ക്ക് ഇന്നൊരു മീറ്റിംഗും ഉണ്ട്. എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഞാൻ പോയിട്ട് വേണം അത് തുടങ്ങാൻ. അല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ? അയ്യോ, ഒന്നും വേണ്ട, ഇനിയും വരുമ്പോ ആവാലോ. എങ്കിൽ പിന്നെ ശരി മോളെ, അച്ഛൻ ഇറങ്ങുവാട്ടോ. അതേസമയം തന്നെ അനാമിക തല ചുറ്റി താഴോട്ട് വീഴാണേ. അയ്യോ മോളെ. ജാനകി ഓടി ചെന്നിട്ട് അനാമികയെ വിളിച്ചുണർത്തുന്നുണ്ട് കേട്ടോ. മോളെ, മൂക്ക് എന്ത് പറ്റി? അപ്പൊ രേവതി പറയുന്നുണ്ട്, അയ്യോ എന്റെ കൊച്ചിന് ബോധം തെളിയുന്നില്ലല്ലോ. അപ്പൊ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അല്ല ഇത്രയും നേരം കുഴപ്പമില്ലാത്ത ഇവക്കിപ്പോ ഇത് എന്തു പറ്റി? എന്റെ ജലജെ, നോക്കി നിൽക്കാതെ നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഇത് കേട്ട പാടെ തന്നെ ജലജ ഓടിപ്പോയിട്ട് ഒരു ജഗ്ഗിൽ വെള്ളം എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. വേണുവാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അനാമികയുടെ മുഖത്തേക്ക് കുടിയുന്നുണ്ട്. അപ്പൊ തന്നെ അനാമികയ്ക്ക് ബോധം വരികയാണ് കേട്ടോ. അച്ഛാ. മോളെ എന്തു പറ്റി മോളെ? എന്താ പറ്റിയത്? മോൾ ഇന്നൊന്നും കഴിച്ചില്ലായിരുന്നോ? അപ്പൊ ജാനകി പറയുന്നുണ്ട്, അയ്യോ മോളിന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചതാണല്ലോ, പിന്നെ മോൾക്ക് എന്തു പറ്റി? രേവതി പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിന് നല്ല ക്ഷീണം ഉണ്ടല്ലോ ജാനകി. ആ, ഞാൻ ഇപ്പോഴാ ഓർത്തത്, രാവിലെ ഒന്ന് വൊമിറ്റ് ചെയ്തിരുന്നു, ഇപ്പൊ ഇത് തലകറങ്ങി വീഴും ചെയ്തു. ഇത് കേട്ടപ്പോ രേവതി ഒരു അഭിനയം പോലെ ഇങ്ങനെ കാണിക്കട്ടോ. അല്ല, മോൾക്ക് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു? അപ്പൊ ജാനകി പറയുന്നുണ്ട്, ആ രാവിലെ കുറച്ച് വൊമിറ്റ് ചെയ്തു. ഇത് കേട്ടപ്പോ തന്നെ രേവതിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം പോലെ കേട്ടോ. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി? എന്റെ മോൾ ഒരു അമ്മയാവാൻ പോവുക. ഇത് കേട്ടപ്പോ അനാമികയ്ക്കും വലിയ സന്തോഷം നടിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോ തന്നെ ജാനകിക്ക് വലിയ സന്തോഷാവാണ്. അപ്പൊ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാലിൽ കാണുന്നായിരുന്നു എന്റെ ആഗ്രഹം. ഈശ്വര, നീ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തന്നല്ലോ. അപ്പൊ വേണു പറയുന്നുണ്ട്, മോളെ എഴുന്നേറ്റേ. എന്തായാലും നമുക്കിതൊന്ന് കൺഫേം ചെയ്യണം. ഞാനും രേവതിയും കൂടി മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം. അനിമോൻ ഇവിടെ ഇല്ലാത്തതല്ലേ, അതിനുശേഷം അനിമോൻ പൊക്കോട്ടെ. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഈശ്വര, ഇവള് ഗർഭിണിയോ? ആ അനിക്ക് ഇവളോട് ഒരു താല്പര്യം ഇല്ലായിരുന്നല്ലോ. എന്തായാലും ആ അനിയാള് കൊള്ളാം. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കീരിയും പാമ്പുവാ. ഷെ, ഇവളിപ്പോ ഗർഭിണിയും കൂടി ആയല്ലോ. ഇനിയിപ്പൊ പറയേണ്ടി വരില്ല, അവളെല്ലാരും എടുത്ത് തലയിലും കയറ്റി വെക്കും. എന്തായാലും ഉറപ്പിക്കാറായിട്ടില്ലല്ലോ. ഇവർ ഡോക്ടറെ കണ്ടുവരട്ടെ. ജലജെ, നീ ചെന്നിട്ട് അച്ഛനും അമ്മയോടും പറ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. അല്ല, ഇതൊക്കെ ഉറപ്പിച്ചിട്ട് പോരെ? അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്തുറപ്പിക്കാനാ? തലചുറ്റലും വൊമിറ്റിംഗ് ഒക്കെ ഗർഭിണികളുടെ ലക്ഷണോ? മോൾക്ക് ഇതിനു മുമ്പ് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നോ? അതമ്മേ, 2 ദിവസം മുന്നേ എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നല്ല തലചുറ്റലും. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്നാ പിന്നെ ഇത് ഉറപ്പിക്കാം, മോള് ഗർഭിണി തന്നെയാ. അപ്പൊ വേണു പറയുന്നുണ്ട്, പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, മോൾക്ക് ഡ്രസ്സ് മാറണോ? ഏയ് വേണ്ടച്ചാ, എന്നാ പിന്നെ സമയം കളയണ്ട. ജാനകി വരുന്നു. ഏയ് എല്ലാരും കൂടി എന്തിനാ, നിങ്ങൾ പോയിട്ട് വിളിച്ചു പറഞ്ഞാ മതി. എന്നാ ശരി. അങ്ങനെ അവര് 3 പേരും കൂടി ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ. ജലജയാണെങ്കിൽ ഇതാരെങ്കിലും ഒക്കെ അറിയിക്കണ്ടേ. അപ്പൊ തന്നെ അബിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ അമ്മേ, ഇപ്പൊ തിരക്കുള്ള സമയാ, ഞാൻ അമ്മയോട് ഈ സമയത്ത് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എടാ, ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ നിന്നോട് ഞാൻ എങ്ങനെയാടാ പറയാതിരിക്കുക? അമ്മേ, എനിക്കിവിടെ തിരക്കാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്നിട്ട് പറയാം. എടാ, ഞാൻ പറയുന്ന ഒന്ന് ആദ്യം കേൾക്ക്. എന്താ അമ്മേ? അനി അവിടെ ഉണ്ടോ? അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. എന്താ കാര്യം? എടാ, അവനൊരു അച്ഛനാവാൻ പോകുന്നു. എന്ത്? നിന്നെ പോലെ അവനൊരു അച്ഛനാവാൻ പോകുന്നൂന്ന്? അവൻ അച്ഛനാവാൻ പോകുന്നോ? പിന്നെ നിന്നെ പോലെയല്ല, നീ വളഞ്ഞ വഴിയിലൂടെ അച്ഛനായത്. എന്നാ അവൻ നല്ല മിടുക്കനാ. ഒരു പണക്കാരി പെൺകുട്ടിയെ വളച്ച വലയിൽ വീഴ്ത്തിട്ട് കല്യാണം അന്തസ്സായി കഴിഞ്ഞു. ഇപ്പൊ അവള് ഗർഭിണിയായിരിക്കുന്നു. അമ്മേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ അവളെ കണ്ണെടുത്ത കണ്ടൂടാലോ. അതൊക്കെ അങ്ങനെ തന്നെയാ, പക്ഷെ ആ ചെറുക്കൻ പണി പറ്റിച്ചു. ദേ, നീ ഫോൺ വെക്ക്, ഞാൻ ഇന്നൊന്ന് അച്ഛനും അമ്മയെ അറിയിച്ചിട്ട് വരാം. ശരി അമ്മേ. അങ്ങനെ ജലജ ഫോൺ വെച്ചിട്ട് നേരെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ അകത്തേക്ക് കയറുന്നുണ്ട്. അച്ഛാ, അമ്മേ അറിഞ്ഞോ? എന്താ അറിയാൻ? അത് പിന്നെ അച്ഛാ, നമ്മുടെ അനന്തപുരിയില് ഒരു കുഞ്ഞിക്കാലം കൂടി വരുന്നു. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ജലജെ എന്താ നീ പറഞ്ഞത്? അച്ഛനമ്മയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞത് ശരിയാ. ഇവിടുത്തെ ഒരു കൊച്ചുമകനും കൂടി അച്ഛനാവാൻ പോവുക. അപ്പൊ മുത്തശ്ശന് വലിയ സന്തോഷാവാട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും സന്തോഷിച്ച് മുഖത്തോട് നോക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊന്നും നയനമോൾ നമ്മളെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. മോൾക്ക് ചമ്മലായിരിക്കും, എന്നാലും ആദർശമൊന്നും പറഞ്ഞില്ല. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അച്ഛാ അവര് പറയുന്നേ? ഗർഭിണിയായിരിക്കുന്നത് ആ നയനയല്ലല്ലോ, അനാമിക മോളല്ലേ? എന്താ, അപ്പൊ നയനമോളല്ലേ ഗർഭിണിയായത്? അല്ല അച്ഛാ, അനാമികയാ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും സന്തോഷമുള്ള കാര്യ. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇദ്ദേഹത്തിനൊരു സന്തോഷമില്ലാത്ത പോലെ? അതല്ലട്ടോ വസുന്ധരെ, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിന് മാത്രം ഒന്നും ആയില്ലല്ലോ. അച്ഛാ, എനിക്ക് ആ ഒരു സംശയം ഇല്ലാതില്ലായിരുന്നു. പിന്നെ വേറൊരു രീതിയിൽ ആലോചിച്ചപ്പോ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർ പരസ്പരം സ്നേഹിച്ചല്ലേ വിവാഹം കഴിച്ചത്. ദേ ജലജെ, നിന്റെ മോൻ ഒരു വഴിതെറ്റിയവനാ. എന്നാ അവനെ പോലെ അനിമോനെ നീ കണക്കിലെടുക്കണ്ട. അതെ, അത് ശരിയാ. ഇവളുടെ മോനെ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ടാണല്ലോ ഇന്ന് നവ്യമോൾക്ക് ആ അവസ്ഥ വന്നത്. അച്ഛനാമ്മയും എപ്പോഴും അവൾമാരെയാണല്ലോ സപ്പോർട്ട് ചെയ്യാറ്. അല്ലാതെ അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്താ ജലജെ സത്യമുള്ളത്? ദേ, ഇദ്ദേഹം ഇപ്പൊ അതേക്കുറിച്ച് സംസാരിക്കണ്ട. അനിമോനെ ഒന്ന് വിളിക്ക്.
ഞാൻ വിളിക്കാം. ഇതും പറഞ്ഞ് മുത്തശ്ശൻ അനിക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ അവിടുന്ന് പതുക്കെ പോകുന്നുണ്ട്. എന്നാ അനി ഫോൺ എടുക്കുന്നില്ല. അനി നല്ല തിരക്കിലാണ് കേട്ടോ. അതേസമയം തന്നെ അബി അനിയെ അന്വേഷിച്ച് അബി അനിയുള്ള സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ആ ഇവിടെ ഉണ്ടല്ലേ. എടാ അനി. ആ എന്താ അബിയേട്ടാ? എടാ കൺഗ്രാചുലേഷൻ. എന്താ? എന്തിന്? എടാ നീ ആള് വിചാരിച്ച പോലെ അല്ലല്ലോടാ. എന്തായാലും അറിയേണ്ടതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ നീ നാടകം കളിക്കണ്ട. ദേ അബിയേട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം വഴിയെ മനസ്സിലായിക്കോളും. ഇത് പറഞ്ഞ് അബി അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ അനി ഇങ്ങനെ കരുതുന്നുണ്ട്, എന്തിനാ അബി എന്നോട് കൺഗ്രാചുലേഷൻ പറഞ്ഞത്? അതേസമയം തന്നെ മുത്തശ്ശന്റെ ഫോൺ കോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അയ്യോ ഇത് മുത്തശ്ശനാണല്ലോ. മുത്തശ്ശൻ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഇതും പറഞ്ഞ് അനി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ മുത്തശ്ശ. ഹാ നീ എവിടെടാ? ഞാൻ ജ്വല്ലറിയിലുണ്ട് മുത്തശ്ശ. ഇപ്പൊ ജ്വല്ലറി നിൽക്കേണ്ട സമയമല്ല, നിന്റെ ഭാര്യയുടെ അടുത്ത് നിൽക്കേണ്ട സമയ. അനാമിക മോൾക്ക് ഇപ്പൊ മോന്റെ സാമീപ്യം അത്യാവശ്യമാ. മുത്തശ്ശൻ എന്താ പറയുന്നേ? ഓ പിന്നെ ഒന്നും അറിയാത്ത പോലെ. ദേ വസുന്ധരെ അവൻ നാടകം കളിക്കുന്നേ കണ്ടോ? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ അണി നീ തിരക്കൊന്നും ഒഴിവാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വാടാ. അല്ല എന്താ കാര്യം? ഇവിടെ കുറച്ചുകൂടി പണിയുണ്ടല്ലോ മുത്തശ്ശ. ആ പണിയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വാ. ആ ശരി. ഇതും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി നേരെ ആനന്ദപുരിയിലോട്ട് വരാൻ ഒരുങ്ങാണ്. അതേസമയം തന്നെ അനാമികയുടെ അച്ഛനും അമ്മയ്ക്ക് എത്തുന്നുണ്ടേ. അപ്പൊ തന്നെ ജാനകി ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി? അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്താവാൻ, മോളൊരു അമ്മയാവാൻ പോകുന്നു, പോസിറ്റീവാ. അയ്യോ ഈശ്വര, ശരിക്കും എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, ആഹാ അപ്പൊ ഇതിവിടെ ഒരു ആഘോഷം ആക്കണല്ലോ. പിന്നെ വേണ്ടേ, ഇവിടെ അത് പൊടി പോലും ആക്കണം. അപ്പൊ തന്നെ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായി ഹോസ്പിറ്റലിൽ പോയിട്ട്? അപ്പൊ വേണു പറയുന്നുണ്ട്, സാറേ എന്റെ മോള് ഗർഭിണിയാ. മോള് ഗർഭിണിയാന്നറിഞ്ഞപ്പോ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ബിസിനസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, എന്നെ കാത്തു നിൽക്കുന്നേ. അതുപോലെ ഒഴിവാക്കിയിട്ടാ ഞാൻ മോളെ ചെക്കപ്പിന് പോയത്. അതേതായാലും നന്നായി, ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. ഏതായാലും റിസൾട്ട് പോസിറ്റീവ് അല്ലേ? സന്തോഷം. ആ അനിമ വരുന്നുണ്ടല്ലോ. അനി വന്നപ്പോ തന്നെ എല്ലാവരും അനിയെ ആക്കിയ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ അനി പറയുന്നുണ്ട്, എന്താ എന്തിനാ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? അപ്പൊ രേവതി പറയുന്നുണ്ട്, അല്ല ഇവൻ ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ലേ? നിങ്ങളൊക്കെ എന്ത് ഈ പറയുന്നത്? മോനെ നീ ഒരു അച്ഛനാവാൻ പോകുന്നു. എന്താ? അപ്പൊ ജാനകി പറയുന്നുണ്ട്, മോനെ നീ ഒന്നിങ്ങ് വന്നേ. ഇതും പറഞ്ഞ് ജാനകി അനിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അമ്മേ അവരെന്ത് ഈ പറയുന്നത്? എന്തു പറയാൻ, ഒക്കെ ഒപ്പിച്ചു വെച്ചിട്ട്. ദേ മോനൊരു അച്ഛനാവാൻ പോവുക. മോൻക്ക് മോളോടുള്ള ദേഷ്യവും അമർഷയൊക്കെ കാണുമ്പോൾ എനിക്ക് മോനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എന്നെ ഇപ്പോഴല്ലേ മനസ്സിലായത്, പുറത്ത് മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ളൂ, അകത്ത് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന്. ശേ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? എടാ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ ഭാര്യ ഗർഭിണിയാവാൻ പോകുന്നു. ഇനിയും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ പറയേണ്ടത്? അമ്മ ഇതൊക്കെ ഇങ്ങനെ? ആഹാ ആഹാ എന്നോടാണ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന്? ഒരമ്മയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? ശേ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാനും അവളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ട് പോലും ഇല്ല. നീയും അവളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ മോൾ എങ്ങനെ ഗർഭിണിയായത്? എടാ നീ അനാവശ്യം പറയരുത് കേട്ടോ അനി. അമ്മ എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല. ഞാൻ അവളെ ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല അമ്മേ. നിർത്തടാ, ഇനിയൊരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ. ദേ ഇത്തരം സംസാരമായിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കരുത് കേട്ടല്ലോ. ഒരു ഗർഭിണിയായ ഭാര്യയോട് പറയാൻ പറ്റുന്നതാണോടാ നീ പറയുന്നത്? നീ ആ അബിയേക്കാൾ തരം താന്ന് പോയോ? ശേ ഇത് വലിയ കഷ്ടമായി പോയല്ലോ. അമ്മേ അവള് ഗർഭിണിയായെങ്കിലേ സത്യമായിട്ട് ഞാനല്ല അതിന്റെ ഉത്തരവാദി. ദേ മോളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് കരുതിയിട്ടേ അത് ഉള്ളി വെച്ച് ഇങ്ങനെ സംസാരിച്ചാലുണ്ടല്ലോ നിന്റെ കരണത്ത് ഞാനൊന്ന് തരും. ഈ വിവരം ആദ്യം അറിയിക്കേണ്ടത് ആരാന്നറിയോ? ആ കനകയും മൊട്ടച്ചിയെയും. അവളും കൂടി അറിഞ്ഞാ എനിക്ക് സന്തോഷായി. അപ്പൊ പിന്നെ ഇനി നിന്റെ പിന്നാലെ അവര് നടക്കില്ലല്ലോ. നീയേ ആ നന്ദുവിനെ ഒന്ന് വിളിച്ചേ. ദേ അമ്മേ അവള് നിങ്ങളെ പറ്റിക്കാൻ വല്ലതും പറഞ്ഞതായിരിക്കും. ദേ ടെസ്റ്റ് റിപ്പോർട്ട് വരെ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് അവള് പറ്റിക്കത്തൊന്നുമില്ല. ഈ വിവരം എനിക്ക് കനകയോട് പറയണം. നിന്നോട് ഞാൻ വിളിക്കാൻ പറഞ്ഞില്ലേ? അമ്മേ ഇത് നന്ദുവിനെ അറിയിക്കണ്ട. എന്താടാ അറിയിച്ചാലേ? നീ അവളെ വിളിക്ക്. ഇനി നീ വിളിച്ചില്ലെങ്കിലേ ഞാൻ എന്റെ ഫോണിൽ വിളിച്ചോളാം. ഇതും പറഞ്ഞ് ജാനകി അവളുടെ ഫോണിൽ കനകയ്ക്ക് വിളിക്കാൻ കേട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, അമ്മ ഇതെല്ലാരും വിളിച്ചറിയിക്കാതിരിക്കി, സത്യമായിട്ട് മിണ്ടലടാ. അതേസമയം തന്നെ റിങ് പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കനക ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, ആ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി, അനിയുടെ അമ്മയല്ലേ? അതെ അനിയുടെ അമ്മ തന്നെയാ. എന്റെ നമ്പർ നിങ്ങളിൽ നിന്ന് പോയിട്ടൊന്നുമില്ലല്ലേ? എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ലല്ലോ, പിന്നെന്തിനു ഞാൻ നിങ്ങളുടെ നമ്പർ ഇതിന്ന് പോക്കുന്നേ? നിങ്ങൾക്ക് വിരോധം കാണില്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടാകുന്നൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. എന്തിനാ അനിയുടെ അമ്മേ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വിളിക്കുന്നത്? അല്ലേനും നിങ്ങളോട് വഴക്കൂടാൻ വിളിച്ചതൊന്നുമല്ല. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്റെ മരുമകൾ ഗർഭിണിയാ. എന്റെ അനിമോൻ ഒരച്ഛനാകാൻ പോകുന്നൂന്ന്. ആഹാ സന്തോഷമുള്ള കാര്യമാണല്ലോ അത്. നിങ്ങൾ ഉള്ളുകൊണ്ട് ദുഃഖിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ മോളോടും കൂടി പറഞ്ഞേക്ക്, ആ മൊട്ടച്ചിയോട്. എന്താ ജാനകി ഇത്? ഞങ്ങൾക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇത്? ദേ എന്റെ മരുമകൾ ഗർഭിണിയാണെന്ന് കരുതി അവ കൊണങ്ങിയ പലഹാരമായിട്ട് നിങ്ങളിങ്ങോട്ട് വന്നേക്കരുത്. ഇത് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്.
അതും പറഞ്ഞ് ജാനകി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, അമ്മേ ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടോ അമ്മേ. സത്യം പറഞ്ഞ അവൾ അമ്മയെ പറ്റിയ. ഡാ നീ ഇത് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞേക്കരുത്, ഒന്ന് വന്നേ. ഇനി എന്തായാലും കനക അത് നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദുവിന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണണ്ടേ, നല്ല കീടലൻ ടേസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പൊ നന്ദുവിനോട് കനക പറയുന്ന എപ്പിസോഡാണ് അടുത്തത്. അപ്പൊ ആ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ഗായ്സ്.